ഹലോ ഗായ്സ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. നമ്മളിന്ന് RJ അഞ്ജലിയുടെ ഒരു വിവാദ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. മെഹന്തി വിവാദം. അത് ഒരുമാതിരി എല്ലാവരും അറിഞ്ഞൊരു വിവാദമാണ്. അത് വിവാദമായതിന് ശേഷം അവർ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനു മുമ്പ് വിവാദ വീഡിയോയുടെ ഒരു ചെറിയ പോർഷൻ ഞാൻ നിങ്ങളിവിടെ കേൾപ്പിച്ച് തരാം. ഇത് കാണാത്തവർക്ക് വേണ്ടിയാണ്. ഇത് നിങ്ങളെ ഞാൻ കേൾപ്പിച്ച് തരാം. ഇപ്പം അപ്പൊ കുണ്ടിക്കാ ചേച്ചി കുണ്ടിയിലിട്ടോ കേട്ടല്ലോ നിങ്ങൾ. അപ്പം ഇതാണ് ഇവരുടെ വിവാദ വീഡിയോ. അപ്പോൾ ഈ വിവാദ വീഡിയോ വന്നതിന് ശേഷം ഇവർ ശരിക്കും എയറിൽ കയറിയെന്ന് വേണം പറയാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് മനുഷ്യരെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ അഞ്ജലി. ഇതുവരെ ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല അഞ്ജലിയെക്കുറിച്ച്. നല്ല നല്ല കോമഡികളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ രസിപ്പിക്കാൻ കഴിവുള്ളവർ തന്നെയാണ് ഇവർ. പക്ഷേ എങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക്, ഒരു വാക്ക് ഒന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയറിൽ പോകും. അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രധാന കാരണം. അത് ഇവരിത്രയും നാളും കോമഡികൾ ചെയ്ത് ആൾക്കാരെ രസിപ്പിച്ചുകൊണ്ടിരുന്നു ഇല്ലേ. നല്ല വാക്ക്, സംസാരം, സൗണ്ട്, നല്ല സൗണ്ടും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സൗണ്ട് ആൾക്കാരെ രസിപ്പിക്കാൻ കഴിയണം. അതൊക്കെ ചെറിയ കാര്യമൊന്നുമല്ല, അത് എല്ലാവർക്കും സാധിക്കത്തുമില്ല. അതൊക്കെ പ്രത്യേക ഒരു ദൈവാനുഗ്രഹവും ഒരു പ്രത്യേക ചൈതന്യമൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. പക്ഷേ എങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ എയറിൽ കയറുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അങ്ങനെ എയറിൽ കയറിയ ഒരു വ്യക്തികളാണ് ഈ അഞ്ജലിയും നിരഞ്ജനയും, RJ അഞ്ജലി ആൻഡ് നിരഞ്ജന. അപ്പം ഇത് ഭയങ്കര വിവാദമായതിന് ശേഷം അവർ വന്ന് മാപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഇങ്ങനെ തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ചു. ആദ്യം അഞ്ജലി വന്ന് മാപ്പ് ചോദിച്ചു. നല്ല കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിവാദം നമ്മളുടെ പേരിലുണ്ടായി, അത് നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് നമ്മൾ മാപ്പ് ചോദിക്കുക തന്നെ വേണം. ഇല്ലാത്ത പക്ഷം നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കത്തില്ല. പിന്നെ അത് കേസായി അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായി പോകും. അത് ചെയ്തത് നല്ല കാര്യം തന്നെ, നിങ്ങൾ മാപ്പ് ചോദിച്ചു. പക്ഷേ ആദ്യം മാപ്പ് ചോദിച്ചത് അഞ്ജലി മാത്രമായിരുന്നു. അഞ്ജലിയോട് അന്നേരം ഒത്തിരി കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് മാപ്പ് ചോദിച്ചിട്ട് കാര്യമില്ല, ആ മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് മാപ്പ് ചോദിക്കേണ്ടത്. അത് സത്യമായ കാര്യമാണ്. തമാശകൾ പറയുമ്പം നമ്മൾ പറയാൻ പറ്റുന്ന വേർഡ്സ് ഉപയോഗിക്കുക, പറയാൻ പറ്റുന്ന ആൾക്കാരോട് പറയുക. അതൊക്കെ നോക്കിയും കണ്ടും വേണം നമ്മൾ പറയാൻ. ആ തെറ്റ് പറ്റി അവരോട് ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് ക്ഷമാപണം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം എല്ലാവരും ചോദിച്ചു, നിരഞ്ജന എന്തിയെ, നിരഞ്ജന മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് ഒരു മാപ്പ് പറഞ്ഞു. ആ മാപ്പ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്താ പറഞ്ഞെന്നുള്ളത്. ഹലോ, നമസ്കാരം. ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി, ഞാൻ നാട്ടിലായിരുന്നു, ചേച്ചി കോയമ്പത്തൂരായിരുന്നു. ഇന്നലെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച്. ഇപ്പോൾ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ്. ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിന് ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്ന് അവർ രണ്ടുപേരും ഒന്നിച്ച് മാപ്പ് പറയാൻ അവർ സ്ഥലത്തില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഒന്നിച്ച് വന്നു അവർ രണ്ടുപേരും കൂടെ മാപ്പ് പറഞ്ഞു. നല്ല കാര്യം. പക്ഷേ അവരത് എത്ര ആത്മാർത്ഥതയോടുകൂടിയാണ് ആ മാപ്പ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ പറച്ചിലിൽ എനിക്ക് അത്ര വലിയ ആത്മാർത്ഥതയൊന്നും തോന്നിയില്ല. എന്നാലും പോട്ടെ, അവർ മാപ്പ് പറഞ്ഞല്ലോ, നല്ല കാര്യം. സോഷ്യൽ മീഡിയയിൽ പിന്നൊരു കാര്യമുണ്ട്, എയറിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങനെ സാധാരണ എല്ലാവർക്കും ഒന്നും അങ്ങനെ എയറിൽ കയറാൻ പറ്റുകയില്ല. എയറിൽ കയറിയാൽ അവർ കയറി അങ്ങ് പൊക്കോളും. പിന്നെ അവരെക്കുറിച്ച് ആൾക്കാർ നോക്കും, ഈ ടീമുകൾ ആരാണ് എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ ഫോളോവേഴ്സ് കൂടും, സബ്സ്ക്രൈബേഴ്സ് കൂടും. ഞാനാണെങ്കിൽ പോലും ഈ വിവാദം ഉണ്ടായതിന് ശേഷമാണ് ഇവരെക്കുറിച്ച് അറിയുന്നതും. അങ്ങനെ RJ അഞ്ജലിയുടെ ഇത് തപ്പിപ്പോയി അങ്ങനെ അവരെ കണ്ടു, അവരുടെ വീഡിയോസ് കാണാൻ തുടങ്ങി. അതുപോലെ പലരും ഇതുപോലെ തന്നെയായിരിക്കും ഇവരെ ഫോളോ ചെയ്യുന്നത്. ഇതുവരെ ഇല്ലാത്ത എത്രയോ ഫോളോവേഴ്സിന് അവർക്കിപ്പം ഈ വിവാദം വന്നതിന് ശേഷം അവർക്ക് കിട്ടിക്കാണും.
അതിനു വേണ്ടി അവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് നല്ലത് തന്നെയാണ് എയറിൽ കയറിയത്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാദം വന്നെങ്കിൽ എന്ത് വേണ്ടി എയറിൽ കയറി. പിന്നെ അവർക്ക് ഈ വിവാദം വലിയ വിഷയമായിട്ടില്ല എന്ന് പറയാനൊരു കാരണമുണ്ട്. അതിനുശേഷം അവർ വേറൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്തായെന്ന്. എന്താ വെച്ചാൽ ഈ വിഷയത്തിൽ ഇവർ എയറിൽ കയറിയതിൽ അവർക്ക് വലിയ വിഷയമൊന്നുമില്ലത്. അത് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന്. വിശക്കണില്ലേ അമ്മോ? നമുക്ക് ഫുഡ് ഓർഡർ ചെയ്താലാ? ഇയൊന്നും തിന്നാൻ പോലും തോന്നല്ലേ. പക്ഷേ എനിക്കൊരു ഊണ് മതി. നിനക്ക് എന്തോ വേണം? എനിക്കൊരു ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. ചേച്ചി ചേച്ചി എന്താ ചേച്ചിനകത്തൊന്ന് ഒളിച്ചിരിക്കണ? ഒരു സമാധാനത്തിന് വേണ്ടി ഇരിക്കുന്നേടേ. അതിനൊന്ന് ഒളിച്ചിരിക്കണ എന്തിന്? ചേച്ചി 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 എന്തോ സംരംഭം തുടങ്ങിയെന്നോ? ഫിഷ് ടാങ്കിലൊക്കെയാണ് ഇരിക്കണം. ഇനി മീനൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുമെന്നോ? ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവർ എയറിൽ കയറിയതും അവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിയതും അവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അവരുടെ പബ്ലിസിറ്റി, അവരുടെ പേര് പബ്ലിസിറ്റി കുറച്ചും കൂടെ കൂടിയിട്ടേ ഉള്ളൂ. അവിടെ ഇരുന്ന് അതൊരു കളിയാക്കിയ രീതിയിൽ ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് അവർ കേട്ടോ. മറ്റുള്ളവരെ കളിയാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഒരു ഹാപ്പി ബർത്ത്ഡേ പാടിത്തരാമോ ചേച്ചി എന്ന് പറയുമ്പം സങ്കടത്തോടു കൂടിയാണ് നിരഞ്ജന. അതിന് മുമ്പ് ഒരു ഇച്ചിരി ഭാഗമുണ്ട്. ഞാൻ എയറിലാണ്, താഴോട്ട് വന്നിട്ട് പാടിയാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരു പോർഷനുണ്ട് ഇതിനു മുമ്പ് കേട്ടോ. അന്നേരം അവരിങ്ങനെ പറയുന്നത് കാണുന്നുണ്ടല്ലോ. ലാസ്റ്റ് ഒരു കുളത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പം നിരഞ്ജന ചെന്നിട്ട് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, ഇതെന്നാ മീനുകൾക്ക് മൈലാഞ്ചി ഇടാനാണോ ചേച്ചി ഇവിടെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ അതിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? അവർക്ക് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് അവർക്ക് ഒരു കുഴപ്പവുമില്ല, അവർക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയിലെ ഒരു പ്രധാന സംഭവവും അതുതന്നെയാണ്. നെഗറ്റീവായിട്ട് ആർക്കെങ്കിലും എതിരെ വിവാദം വന്നു കഴിഞ്ഞാൽ അവർ ശരിക്കും എയറിൽ കയറിപ്പോകും. അവരെ അറിയാത്തവരല്ല, അന്നേരം അവരെ അറിഞ്ഞു തുടങ്ങും. അതുപോലെ എയറിൽ കയറിയ 3-4 വ്യക്തികൾ വേറെയുണ്ട്. അവരെക്കുറിച്ച് പിന്നെ ഞാൻ പറയാം. നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ കൂടെ ഈ സോഷ്യൽ മീഡിയയിൽ എയറിൽ കയറി ഇപ്പം വലിയ താരവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരും ഇതുപോലെ തന്നെയാണ് കയറിയത് എയറിൽ. മാപ്പ് പറഞ്ഞത് നല്ല കാര്യം തന്നെ. എയറിൽ കയറിയാലും മനസ്സിൽ തട്ടാതെ ആണെങ്കിൽ പോലും മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ മാപ്പ് പറഞ്ഞില്ലേ, ആ മാപ്പ് പറഞ്ഞത് എന്തായാലും നല്ല കാര്യം. ആ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് മാപ്പ് പറഞ്ഞതും നല്ല. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എയറിൽ കയറാൻ പറ്റും. അതുകൊണ്ട് പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കുക. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം കേട്ടോ. ബൈ.